നീ എന്താ മോളെ ഫോണിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുന്നേ? ഇന്നലെ വന്ന സാരിയിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒന്ന് മാറ്റിയെടുക്കാന്ന് വിചാരിക്കും. ഇത് നോക്കിയത് എങ്ങനെയുണ്ട്? ഞാനും പറയാനിരുന്നേത് മോളെ രണ്ട് സാരിയും കൂടെ അങ്ങ് തിരിച്ചയച്ചാര്. ആ സാരിക്ക് എന്തോ കുഴപ്പം? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അത് എടുത്ത്? നല്ല രസമുണ്ട്, അമ്മയ്ക്ക് നല്ലപോലെ ചേരും. അപ്പുറത്തെ ശാന്തേ ഒരു അടിപൊളി സാരി ഉടുത്തേക്കുന്നു. 12,500 ആയിരിക്കും. എനിക്ക് ആ സാരി കടയിൽ പോയി വാങ്ങിക്കാം. 2500. കഴിഞ്ഞ പ്രാവശ്യം 3000 ബഡ്ജറ്റ് ഇട്ടോണ്ട് പോയിട്ടേ 6000 രൂപയുടെ സാരി എടുത്തോണ്ടാ തിരിച്ചു വന്നത്. അറിയാമോ? വേറെ അല്ല, എന്റെ മോനിങ്ങോട്ട് അയച്ചു തരുന്ന പൈസയല്ലയോ. ആ മോൻ തന്നെ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്തോത്തിന് ഈ പൈസ ഇങ്ങനെ വലിക്കുന്നു. 1,500 ഒരു ചെരുപ്പും കൂടെ എനിക്ക് വാങ്ങിക്കണം. അമ്മ കഴിഞ്ഞ ആഴ്ചയല്ലേ അമ്മയ്ക്ക് പുതിയ ചെരുപ്പ് മേടിച്ചത്? ആ സാരിക്ക് മാച്ച് ചെയ്യണ്ടേ? അതിന് ചേരുന്നൊരു ഞാനുള്ള കമ്മല് കൂടെ മേടിക്കണം. ഫാഷൻ ഷോക്ക് അന്നല്ലേ പോകുന്നത്. ഗിവിന് എനിക്ക് ഇടണം ബുക്ക് ചെയ്യാം. ഈ സാരി എങ്ങനെ ഉണ്ടമ്മ? നല്ല രസമില്ലാതെ പൂക്കളൊക്കെ അടിപൊളി, വില കുറവായിട്ടാണ്. നല്ല രസമുണ്ടെന്ന് സാരി. എന്തുകൊണ്ട് കഴിക്കാൻ? അമ്മ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് രാവിലെ. അച്ഛന് പൊറോട്ട മേടിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവര് സാമ്പാറും ചമ്മന്തിയൊക്കെ തരത്തില്ലേ? ഷാമേനും ചമ്മന്തിയൊന്നും എനിക്ക് വേണ്ട. നീ വിളിച്ചു പറഞ്ഞ ഒരു 3-4 മുട്ട കറിയും കൂടെ വാങ്ങിച്ചോണ്ട് വരാം. എന്റെ പൊന്നെ, അപ്പൊ ഉച്ചക്ക് എന്തോ തിന്നും? ബിരിയാണി ഓർഡർ ചെയ്യും. ബിരിയാണി മതിയോ? നമുക്ക് ഒരുപോലത്തെ സാരി എടുത്താലോ അമ്മേ? എനിക്ക് ചുവപ്പ്, അമ്മയ്ക്ക് പച്ച. ചെരുപ്പ് നമ്മൾ രണ്ടുപേരും ഒരുപോലുള്ളത് തന്നെ. സെറ്റ്. ഇന്നലെ രാത്രി വീഡിയോ കോൾ വിളിച്ചിട്ട് ഇപ്പൊ മുറ്റത്ത് വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി കൂടെ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അയ്യോ, എന്റെ മോൻ ഇന്നലെ രാത്രി കൂടി വിളിച്ചതേ ഉള്ളു. ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. കള്ള ഒരു വാക്കോലും പറഞ്ഞു വന്ന് നിന്നോട് പറഞ്ഞോടി. എന്നോടൊന്നും പറഞ്ഞില്ലല്ലേ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നീ കാണാറില്ലയോ? വീട്ടുകാരെ അറിയിപ്പിക്കാതൊക്കെ വരുന്ന സർപ്രൈസ് എൻട്രി ഒക്കെ തരുന്നത്. അതേപോലെ തന്നതാ. സന്തോഷമായില്ലയോ? അയ്യോ, വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ഓണത്തിന് വരുമെന്നല്ലയോ നീ പറഞ്ഞത്? ഇപ്പൊ ഉത്സവത്തിന് തന്നെ വന്നിരിക്കുന്ന എന്റെ മോനെ കാണാൻ ഞാൻ കണ്ണു കൊതിച്ചിരുന്നേത്. നീ അവിടുത്തെ പണിയെല്ലാം കളഞ്ഞിട്ട് നീ ഇനി പോരാ മോനെ, ഈ നാട്ടിൽ നിന്നാ മതിയെന്ന്. അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയ്ക്ക് സന്തോഷം തരുന്നൊരു കാര്യം പറയട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. എന്നോട് പറഞ്ഞിട്ട് പോയത്? നിന്നോട് അവരിനി പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? എന്താ എനിക്ക് എന്റെ തലയും കണ്ണും ചുറ്റുന്നത് പോലെ. അങ്ങനെ 2 വർഷത്തിന് ശേഷം എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുക. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമാടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ഛന് മുമ്പ് പറഞ്ഞ കാര്യമായിട്ടാണോ? എന്തുവാടി? അല്ല, ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് പോകുന്നില്ലടി, പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവരോട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 2-3 മാസമായിട്ട് ശമ്പളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൂട്ടുകാരുടെ ഇതിനൊക്കെ മേടിച്ചിട്ടാണ് പൈസ അയച്ചത്. എന്നും പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ എന്തോ ചെയ്യാനാ നീ? എടീ, ഇനി പോയാൽ ഇനി കൂടുതൽ കടം ആവത്തേ ഉള്ളൂ. എടീ, ഇനി അവർക്ക് കൊടുക്കാനുള്ള പൈസ നിന്റെ സ്വർണം വല്ലതും പണയം വെച്ചിട്ട് വേണം കൊടുക്കാൻ. എന്റെ സ്വർണ്ണം ഒന്നും എന്റെ ഇല്ല, അതൊക്കെ ലോക്കറി ഇരിക്കുവോ? അത് നമുക്ക് എടുത്താ പോരെ? അയ്യോ, അതെടുത്ത ബാങ്കുകാരെന്തോ വിചാരിക്കും? ബാങ്കുകാരെന്ത് വിചാരിക്കാനാ നമ്മുടെ സ്വർണം എടുക്കുന്നതിന്? ഒന്നും ശരിയാവൂല. എടീ, ഞാൻ 10-12 കൊല്ലമായിട്ട് അവിടെ കഷ്ടപ്പെടുക. എനിക്ക് വലിയ ആഗ്രഹം നിങ്ങളോടൊക്കെ ജീവിക്കണമെന്ന്. ദൈവം സഹായിച്ച് നമുക്ക് കടങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് നാട്ടിൽ ജീവിച്ച് നമുക്ക് അങ്ങ് പോയാ പോരെ? എന്തെങ്കിലും ജോലിയോ? ഇത്ര നാൾ ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നാണക്കേടാ. ആൾക്കാരെ മുഖത്ത് അങ്ങനെ നോക്കും. സ്കൂളിലെ പിള്ളേരും രക്ഷകർത്താക്കളും ടീച്ചേഴ്സും നാട്ടുകാരും ബന്ധുക്കളും ഒന്ന് ആലോചിച്ച് നോക്കേ.
ഞാനല്ലേ മറുപടി പറയാനുള്ളത് അവരടുത്തൊക്കെ. എടേ നീ നാട്ടുകാരെ നോക്കി നീ എന്തിനാ? നിനക്ക് തയ്ക്കാൻ അറിയാലോ. ഞാൻ ഒരു മിഷൻ മേടിച്ചു തരാം. ഞാൻ ഒരു ഓട്ടോയും എടുക്കാം. അയ്യേ, ഓട്ടോയോ? പോ ഇവിടുന്ന്. ഇത്ര നാൾ ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഓട്ടോക്കാരന്റെ ഭാര്യ എന്ന് കേൾക്കണമായിരിക്കും ഞാൻ. എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പണിക്കൊന്നും പോകുന്നില്ല. നീ അമ്മയും കൂടെ തൊഴിലുറപ്പിന് പോകും. അയ്യേ, പോ മനുഷ്യൻ നാണം കെടുത്താതെ. നീ അതൊക്കെ കാണാൻ ഇനിയിപ്പോ പോ മനുഷ്യ, ജോലിയും കളഞ്ഞിട്ട് പിന്നിരിക്കാൻ വരുവാ. പോ അവിടെ നിന്ന്. കേട്ടാ, ഞാൻ പറഞ്ഞു കേക്ക് പോണോട് ആലോചിച്ചോക്കെ. നീ എന്ത് വേണി പറഞ്ഞു? നാട്ടിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കാണാതിരിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? സാരമില്ല, എന്തായാലും കുറച്ചു കൊല്ലം കൂടെ ഇത്ര നാൾ അവിടെ ഇല്ല നിന്നത്. കുറച്ചുകൂടെ എൻ്റെ കൂടെ നിൽക്കാടി. നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളും ഒക്കെ ഇല്ലയോ? അതൊക്കെ അടച്ച് തീരാറായി. ഞാനും കൂടെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ. തയ്യലൊക്കെ എനിക്ക് അറിയാൻ എനിക്കൊരു മെഷീൻ മേടിച്ചാ ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. രണ്ട് ട്യൂഷന് പിള്ളേർ 2 അക്ഷരം പറഞ്ഞു കൊടുത്താലും കിട്ടുമല്ലോ. 100-200 ഒക്കെ. അത് മതി നമുക്ക്. എൻ്റെ കൂടെ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോഴാണ് ഞങ്ങളെ കൊണ്ട് പ്രവാസികൾക്ക് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വരാൻ. എന്തായാലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പോയാലും ഓടി വരണേ, എല്ലാ ദിവസവും വിളിക്കണേ, ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇന്നും കൂടെ 4 ദിവസം ആയടാ. ഇറങ്ങാളിയേ. ഞാൻ വിളിക്കാം. അമ്മ, ഞാൻ വന്നതിൻ്റെ അന്ന് അമ്മ എൻ്റെ അടുത്ത് മിണ്ടിയതാ. ഇനി ഇത്രയും ദിവസമായിട്ടും. അതിന് നീ ഇവിടെ സ്ഥിരം ഉണ്ടല്ലോ, പിന്നെ എന്തോ മിണ്ടാനാ? എപ്പോഴാണെങ്കിലും മിണ്ടിക്കൂടെ? മിണ്ടാൻ എന്തോ ഇരിക്കുന്നു. ഞാൻ തിരിച്ചു വന്നതാ നിങ്ങൾക്കെല്ലാം പ്രശ്നമായതല്ലേ? കുടുംബശ്രീ ചെന്നപ്പോ ശാന്ത എന്തൊക്കെ ചോദിച്ചെന്നറിയാവോ? ഇവിടെ മോൻ എന്താ ഗൾഫിൽ നിന്ന് വന്നേന്ന്. ഞാൻ അവരുടെ മറുപടി പറഞ്ഞു മടുത്ത്. അപ്പം കഴിഞ്ഞ വർഷം അമ്മ ഇങ്ങനെയല്ലേ പറഞ്ഞേ? ആ പയ്യനെ എന്തിനാ അവിടെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? അവനെ തിരിച്ചു വിളിച്ചുകൂടെന്നല്ലേ ചോദിച്ചത്? അന്നേരം അവരങ്ങനെ ചോദിച്ചു. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാ. അതുകൊണ്ടാണ് ഞാൻ ഈ ഉത്സവത്തിനൊന്നും പോവാൻ ഞാൻ ഇരിക്കുന്നത് ഇതിനകത്ത് തന്നെ. അമ്മയ്ക്ക് എന്താ ഉത്സവത്തിന് പോയാൽ കുഴപ്പം? നാട്ടുകാർക്കോട് ഞാൻ എന്തോ സമാധാനം പറയും. അമ്മയെ ഒരു കാര്യം ചെയ്യണം. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞോളാം മറുപടി. ഇവിടെ കൊച്ചിന്റെ വെക്കേഷന് അവളും കൊച്ചും കൂടെ അങ്ങോട്ട് വരാനിരുന്നപ്പോ ഞാനും കൂടെ വരാനോട്ട് ഒരുങ്ങിയതാ. ഞാൻ ഈ അടുക്കളയിൽ നിന്ന് പുറം ലോകം കണ്ടിട്ടുണ്ടോ? എല്ലാം കുളമൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. അമ്മ ഒരു ചായ, ഇവിടെ പാലില്ല. കട്ടൻ കാപ്പി ആയാലും മതി. എന്നെ കൊണ്ടങ്ങ് മയ്യ. നീ ആ കടയിലെങ്ങാനും പോയി കുടിച്ചേ, അല്ലെങ്കിൽ അവളെടുത്ത് വരട്ട് തരാം. എന്റെ മക്കളെയൊക്കെ സ്നേഹിച്ചു, കൂടുതൽ സ്നേഹിച്ചോണ്ടാണ് കൊണ്ടടന്ന് ഞാൻ. ഒരു മാറ്റമില്ല, ഉറച്ച തീരുമാനത്തില്ല. ഞാൻ പറയാതിരിക്കുന്ന അച്ഛന് തോന്നുന്നോ? എന്തോ മാക്സിമം ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. അച്ഛനും കൂടെ ഒന്ന് പറഞ്ഞു നോക്കുവോ? അയ്യോ, നമ്മളോട് നോക്കട്ടെ, പറഞ്ഞു നോക്കാം. ആരടി പോണി? അച്ഛനെ വിളിച്ചോ? ഇനി എന്താ പറയാനാ? ഒന്നും പറയാനില്ല അച്ഛൻ. ഗൾഫിൽ നിന്നിട്ട് ഇവിടെ ഓട്ടോ ഓടിയിട്ട് ഇനി വരുമാനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണ്ട, അത്രയല്ലേ ഉള്ളു. നിർബന്ധം തന്നെയുള്ളത്. ഉറപ്പിച്ചോ തീരുമാനം? ഒരു വണ്ടി എന്തായാലും വേണം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരു വണ്ടി വേണം, എന്തായാലും എടുക്കണം. കാര്യം ചെയ്യും, വണ്ടി എടുക്കണത്ര നിർബന്ധമാണെങ്കിലേ നമുക്കൊരു കാർ എടുത്ത് ടാക്സി ഓടിയല്ലോ. ഇനി പറയുന്നതിലൊട്ടുന്നില്ല. കാറിനൊന്നും ഒരു ഓട്ടോ ഇല്ല. ഓട്ടോ ആകുമ്പോൾ എങ്ങനെ ആയാലും 1000 രൂപ ഒരു ദിവസം കിട്ടും. പിന്നെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. എങ്ങോട്ട് പോകാൻ നിൽക്കുന്ന? ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് കിടപ്പുണ്ടെന്ന് പറയുന്നിട്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് വരട്ടെ. ജംഗ്ഷനിലോട്ട് പോയാൽ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങും ആൾക്കാര്, എന്താ ഇങ്ങോട്ട് വന്നതെന്ന്. തിരിച്ചു പോകുന്നില്ലെന്ന് ചോദിക്കും. എന്തൊന്ന് പറയാം അപ്പം? അതിന് മറുപടിയേ എനിക്ക് പറയാൻ അറിയാം കേട്ടോ. ഒരു നാണക്കേടും തോന്നുന്നില്ലേ? എനിക്കൊരു നാണക്കേടും ഇല്ല.
എന്തൊരു കഷ്ടമായത്, എന്തോ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തൊരു നിർബന്ധമായതങ്ങ്. നിനക്ക് തീരെ പിടിക്കുന്നില്ല ഞാൻ നാട്ടിലേക്ക് വന്നതല്ലേ? അതുകൊണ്ടാണോ പറഞ്ഞത്? ഇപ്പൊ നല്ല ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി 4-5 കാശ് ഉണ്ടാക്കാം. വയസ്സായിട്ട് പിന്നെ പോണെന്ന് വെച്ചാൽ നടക്കുവോ? ഞാൻ കുറെ കിടന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാ. ഇനി നാട്ടിൽ കുറച്ച് കഷ്ടപ്പെടാം, അതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക്. പിന്നെ ഉം. എന്റെ മിഷന്റെ കാര്യം എന്താ പറയുന്നത്? മിഷൻ്റെത് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏട്ടൻ പോകുന്നില്ലേ പിന്നെ തച്ചല്ലേ പറ്റത്തുള്ളൂ. തയ്ക്കണമെങ്കിൽ തച്ചാൽ മതി. അതില്ലാതെ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ചിലവുകളൊക്കെ അങ്ങ് ചുരുക്കണം. 1 ലിറ്റർ പാലെന്നുള്ളത് 1/2 ലിറ്റർ പാലാക്കണം. ഈ ഓൺലൈനിലുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ അതങ്ങ് പതുക്കെ നിർത്തണം. പുറത്തുനിന്നുള്ള ഫുഡും നിർത്തിയാൽ മതി. അറിയുന്നിടത്തൊന്നും എല്ലാ കാശും ഞാനാണ് ഇവിടെ തീർക്കുന്നത്. ആര് തീർത്താലും നോക്കിക്കൊണ്ട് ചിലവാക്കിയാൽ മതി. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുവാന്നോ? കരയോത്തി പോയില്ലയോ? കല്യാണത്തിന് പോയിട്ട് വന്നു. അപ്പൊ ചെന്നപ്പോ അവിടെ ആരെങ്കിലും ഇതിൽ ചോദിച്ചോ? നമ്മുടെ മോൻ ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി വന്നിരിക്കുവെന്നാണ് ചോദിച്ചത്. ഈ നാട്ടില് ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കിയിട്ട് വന്ന ആദ്യത്തെ വ്യക്തി നമ്മുടെ മോനാണ്. ഇനി അതോ തന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇരിക്കട്ടെ കേട്ടോ. അല്ല, നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ എന്താണ് നീ ജോലി മതിയാക്കി വന്നതെന്ന്? എന്ത് കാര്യത്തിന്? അവൻ ഇത്രയും നാൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. അവനെന്നെ തിരിച്ചു പോകുന്നില്ല, എനിക്ക് അവിടെ മതിയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ അവനോട് ചോദിക്കണം? അപ്പോഴും ഇവിടുത്തെ കാര്യം എങ്ങനെ? അങ്ങനെ പിന്നെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങി പോവോ? ഞാൻ ജോലിക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരുമെന്ന് ഞാൻ ജോലിക്ക് ഇറങ്ങും. എന്നാലും നിങ്ങൾക്ക് അവനോടൊന്ന് ചോദിച്ചുകൂടെ നീ എന്താടാ മതിയാക്കി വന്നേന്നുള്ളത്? എടി അങ്ങനെ ചോദിക്കാൻ പാടില്ലടി. അവൻ ഇത്രയും നാളെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ മണലാരന്തി കിടന്ന് കഷ്ടപ്പെടുമല്ലോ. എത്ര ദിവസമായിട്ട് നീ അവളെ ഇപ്പോണ്ടല്ലോ. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ വീടിന് വേണ്ടിയിട്ട് അവൻ അവിടെ ഓവർ ടൈം ജോലി ചെയ്യുക. നിങ്ങൾ അറിഞ്ഞു? നിങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? നീ പറഞ്ഞിട്ടുണ്ടോ ഏട്ടാ ഓവർ ടൈം വേണ്ട, അതാത് ഡ്യൂട്ടി എടുത്താൽ മതി? നീ പറഞ്ഞിട്ടുണ്ടോ? 1-2 ആകെ ഒരെണ്ണമല്ലേ. നീ വയ്യാതെ ഓപ്പറേഷൻ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എത്രായിരം രൂപ പലപ്പോഴായിട്ട് നിനക്ക് അയച്ചു. ഓരോ മിനിറ്റ് ഇടവിട്ട് വീഡിയോ കോൾ ചെയ്യുക. എന്നിട്ട് ഇത്രയും നാള് നീ അവനെ അവിടെ വിളിച്ചിട്ട് നിനക്ക് വയ്യാതിരിക്കുവാണോ, നിനക്ക് സുഖമുണ്ടോ, നീ താമസിക്കുന്നിടത്ത് എങ്ങനെ, നീ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ എന്നെങ്കിലും നീ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടോ? നീ ചോദിച്ചിട്ടുണ്ട്? എല്ലാ പ്രാവശ്യം നാട്ടിലോട്ട് ലീവിന് വരാൻ നേരം വിളിച്ച് പറയുമല്ലോ ഇന്നത് വേണം, ലിസ്റ്റ് ഇന്നത് വേണമെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഇനി പോരും, ഇവിടെ വന്ന് നിൽക്കാം, അല്ലെ 1 മാസം അല്ല 2 മാസം ലീവ് എടുത്തുവാ, 2 മാസം ഇവിടെ വന്ന് നിന്നിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്നതിന്റെയും കൊടുക്കല് വാങ്ങലുകളെ അക്കൗണ്ടിലോട്ട് വന്ന് വീഴുന്ന പണത്തിന്റെ മാത്രമാണോ ഒരു ഭർത്താവിനോടുള്ള സ്നേഹം? അതോ ഒരു മകനോടുള്ള സ്നേഹം? അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബം മറന്ന് അവരവരുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ട് അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ അവർ നാട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ അതെല്ലാം കൊടുക്കണം. അവരോട് ചോദിക്കണം പോലും എന്ന് തിരിച്ചു പോകണം. എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ചോദിക്കും. നീ ഇനി തിരിച്ചു പോകുന്നു. ഞാൻ മറ്റന്നാ പോകും. ഏട്ടൻ നിർത്തി വന്നെന്ന് പറഞ്ഞിട്ട് അതെച്ചാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്ത് ഷാജി മലപ്പുറത്തുള്ളതാണ്. അവൻ ഇതേപോലെ കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തു. അവനും ഇതേപോലെ വീട്ടിൽ അവതരിപ്പിച്ചു അവൻ്റെ ജോലി നഷ്ടപ്പെട്ടാ വന്നേക്കുന്നത്, അവൻ തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ. ആ സമയത്ത് അവൻ്റെ വീട്ടുകാർ അവനെ സ്വീകരിച്ചത്, അതവൻ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തന്നു. ആ വീട്ടുകാരവനെ സ്വീകരിച്ച ആ സ്നേഹം അത് ഞങ്ങളുടെയൊക്കെ കണ്ണ് നനയിപ്പിച്ച കാര്യമാണ്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയൊക്കെ ആ സ്നേഹമൊന്ന് മനസ്സിലാക്കണം.
ഇപ്പം വന്നു കണ്ടു, എല്ലാം മനസ്സിലായി. വലിയൊരു കള്ളം പറഞ്ഞപ്പം വലിയൊരു സത്യം മനസ്സിലാക്കി. എനിക്കൊരു മാസം ലീവുണ്ട് അച്ഛാ, പക്ഷേ പിടിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല, ശ്വാസമുട്ടലായിട്ട്. പ്രവാസികളെന്നും പ്രവാസികളായിട്ട് നിൽക്കുന്നതിന് നല്ലത്. ഞാൻ പോവാം. ഏട്ടാ ആ കുടുംബശ്രീയിലെ ശാന്ത ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പറയണം മറ്റന്നാ പോവുകയാണ്. ഇതിനാണിരുന്ന് കളയുന്നത്. ഇതാരാണ്ട് ചത്തോ? അരച്ചിലൊക്കെ നിർത്തിയിട്ടെ അമ്മായിമ്മ വലിയ പേപ്പർ എടുത്തിട്ട് അടുത്ത ലീവിന് വരുമ്പോൾ അവൻ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള എഴുതി അങ്ങോട്ട് കൊടുക്കും. ഭർത്താവിനെ മോനെ മനസ്സിലാകേണ്ട പലിശകൾ, സ്വത്ത്, പൈസ